ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ കണ്ടൻ്റാണ്. നമുക്ക് വെള്ളിയുടെ വില അറിയാം അല്ലേ? വെള്ളി അറിയാം, സ്വർണം അറിയാം. സ്വർണത്തിൽ പലർക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും, എന്നാൽ വെള്ളിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവില്ല. സ്വാഭാവികമാണ്, കാരണം വെള്ളിയിനെ കഴിഞ്ഞും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ളത് സ്വർണ്ണമാണ്. അപ്പോൾ സ്വർണത്തിൽ എന്തായാലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. എന്നാൽ വെള്ളിയുടെ പ്രൈസ് ഈ കുറച്ച് കാലമായിട്ട് ഒരു മാസം അല്ലെങ്കിൽ ഒരു 2 മാസമൊക്കെ ആയിട്ട്, ഒരു മാസമൊക്കെ കൂട്ടിയാൽ മതി, സ്വർണത്തിൻ്റെ പ്രൈസിനെ കഴിഞ്ഞും കൂടുതലായിട്ട് വെള്ളിയുടെ പ്രൈസ് മൂവ് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ സ്വർണത്തെ കഴിഞ്ഞും കൂടുതൽ റിട്ടേൺ വെള്ളി നൽകാനുള്ള സാധ്യതയുണ്ട് ഫ്യൂച്ചറിൽ. ഞാൻ ഒരു 10-30 വർഷത്തെ ചാർട്ട് എടുത്ത് നോക്കി, വെള്ളിയുടെ ചാർട്ട് എടുത്ത് നോക്കി. അത് ഭയങ്കര രസമാണ്. ഹിമാലയം പോലെ ഭയങ്കരമായിട്ട് മുകളിലേക്ക് പോകും. ചെറിയ വർഷങ്ങൾ കൊണ്ടൊക്കെ 10 ഇരട്ടിയൊക്കെ റിട്ടേൺ വെള്ളി തന്നിട്ടുണ്ട്. എന്നാൽ അതുപോലെ തന്നെ താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒരു പ്രശ്നം. വെള്ളിയുടെ നിക്ഷേപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അത് ഹൈ വോളട്ടൈലാണ്. അപ്പോൾ സ്വർണത്തെ കഴിഞ്ഞൊക്കെ ബീറ്റ് ചെയ്തിട്ട് ചില സമയങ്ങളിൽ റിട്ടേൺ തന്നിട്ടുണ്ട്, എപ്പോഴും തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വർണ്ണ നിക്ഷേപം വളരെ അത്യാവശ്യമാണ്. നമ്മളെന്തായാലും സ്വർണ്ണത്തിൽ നിക്ഷേപം ചെയ്യണം. മിക്കവരും സ്വർണ്ണത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ സോവറിൻ ഗോൾഡ് ബോണ്ടിലൊക്കെ പണ്ട് നിക്ഷേപിച്ച ആൾക്കാർ എന്നോട് ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് അവൈലബിൾ അല്ല, ഗവൺമെൻറ്റിൻ്റെയാണ്. അപ്പോൾ നല്ല റിട്ടേൺ പൊട്ടൻഷ്യൽ ഉള്ളതാണ്. പിന്നീട് നമുക്ക് സ്വർണ്ണത്തിൽ നിക്ഷേപിക്കാം. മ്യൂച്വൽ ഫണ്ടുകളിലും ETF-കൾ, ഇപ്പോൾ ഗോൾഡ് ബീസ് പോലെയുള്ള ETF-കളിൽ നമുക്ക് സ്വർണ്ണത്തിൽ നിക്ഷേപിക്കാൻ പറ്റും. അതുപോലെ മ്യൂച്വൽ ഫണ്ട്, ഒരുപാട് മ്യൂച്വൽ ഫണ്ട്, ജസ്റ്റ് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് അടിച്ചു കൊടുത്താൽ പോലും കിട്ടും. ഇപ്പോൾ നമ്മുടെ അസറ്റ് പ്ലസിൽ എടുത്തിട്ട് അതിൽ ഗോൾഡ് എന്ന് മ്യൂച്വൽ ഫണ്ട് സെർച്ച് ചെയ്യുന്ന വിൻഡോ ഉണ്ടല്ലോ, അവിടെ ഗോൾഡ് എന്ന് അടിച്ചു കൊടുക്കുക, അപ്പോൾ കിട്ടും. ഞാൻ സ്ക്രീനിൽ അത് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു സ്ട്രൈക്ക് കിട്ടി. ഇപ്പോൾ യൂട്യൂബിൻ്റെ പോളിസികളൊക്കെ ഭയങ്കരമായിട്ട് അവർ മാറ്റുകയാണ്. അതായത് മോണിറ്റൈസ് ചെയ്യുന്ന പോളിസി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവർ മാറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാർട്ട് കാര്യങ്ങൾ, പിന്നെ ഈ റിട്ടേൺ ഉള്ള സംഭവങ്ങളൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ വീഡിയോ ഇട്ടാണ്, സെയിം ഈ വീഡിയോ ഇട്ടാണ്, ഒരു 30 വർഷത്തെ ഹിസ്റ്റോറിക്കൽ ചാർട്ടും വെള്ളിയുടെ കാണിച്ചുകൊണ്ട് വീഡിയോ ഇട്ടാണ്. പക്ഷേ അത് സ്ട്രൈക്ക് കിട്ടി, യൂട്യൂബ് തന്നെ അത് ഡിലീറ്റ് ആക്കി. അപ്പോൾ ഇനിയിപ്പോൾ അതേപോലത്തെ പരിപാടിക്ക് നിൽക്കണ്ടല്ലോ, ചാർട്ട് കാണിക്കുക. അത് കോർപ്പറേറ്റുകൾ അങ്ങനെയാണ്. അത് കുറേ മുന്നോട്ട് പോകുന്തോറും ഈ ചാർട്ട്, ഈ കാര്യങ്ങളൊന്നും നമുക്കിതിൽ കാണിക്കാൻ പറ്റാതെ, യൂട്യൂബ് പോലെയുള്ള മീഡിയകളിൽ കാണിക്കാൻ പറ്റാതെയാകും. ആളുകൾ പഠിക്കണ്ട എന്നുള്ളതായിരിക്കാം അവരുടെ ഒരു ഇതല്ലേ. ഓക്കെ, നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, എന്നാൽ പോലും നമുക്ക് സ്ട്രൈക്ക് കിട്ടി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾ അസറ്റ് പ്ലസ്സിൽ ഗോൾഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ കിട്ടും. അപ്പോൾ ഗോൾഡിൽ എന്തായാലും നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അത് നിർബന്ധമാണ് അല്ലേ? ഗോൾഡിൽ ഇൻവെസ്റ്റ്, കാരണം അത്രയും നല്ല രീതിയിൽ ഒരു സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയാവുന്ന ഒരു സംഭവമാണ് ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഗോൾഡിൽ കുറഞ്ഞു വരുമ്പോഴൊക്കെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും മറ്റുമൊക്കെ ശ്രമിക്കുക. ലോങ് ടൈമിലേക്ക് സ്റ്റെബിലിറ്റി കൂടുതലാണ് ഗോൾഡിന്. എന്നാൽ ഈ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പകുതി പൈസ എനിക്ക് തോന്നുന്നു സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. ഒരു പക്ഷേ സിൽവർ ചിലപ്പോൾ ഗോൾഡിനെ ബീറ്റ് ചെയ്തിട്ട് റിട്ടേൺ തരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു മാസത്തെയൊക്കെ ഞാൻ റിട്ടേൺ എടുത്തു 5% മുകളിൽ സിൽവർ മൂവ് ചെയ്തിട്ടുണ്ട്. ഇതിന് കാരണം ഇൻഡസ്ട്രിയൽ ഡിമാൻഡാണ്. അതായത് നമ്മളിപ്പോൾ സോളാർ പാനലും മറ്റുമൊക്കെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? പണ്ടത്തെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ പോലും സോളാർ പാനൽ ഒരുപാട് പ്രൊഡക്ഷനുണ്ട്, ഒരുപാട് പേര് അത് യൂസ് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ കാര്യമല്ല കേട്ടോ പറഞ്ഞേ. കേരളത്തിൽ അറിയാലോ, അപ്പോൾ ഗവൺമെൻറ് അത് കൊടുക്കുന്നില്ല എന്നൊക്കെ, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പക്ഷേ അല്ലാതെ തന്നെ സോളാർ പാനൽ എന്തായാലും നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണത്തിന് സിൽവർ അത്യന്താപേക്ഷിതമാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, EV ഭയങ്കരമായിട്ട് വരുന്നുണ്ടല്ലേ? അപ്പോൾ അതുപോലുള്ള വണ്ടികൾക്ക് സിൽവർ, വെള്ളി എന്ന് പറയുന്നത് ഭയങ്കര അത്യാവശ്യമാണ്. പിന്നെ അടുത്തത് ആഭരണങ്ങളാണ്. സ്വർണത്തിൻ്റെ വില അറിയാമല്ലോ, ഇത് കുറേ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൈ എത്താൻ പറ്റാത്ത അത്രയും വില കൂടും. ഇപ്പം തന്നെ വെള്ളി ആഭരണങ്ങൾക്ക് ഡിമാൻഡുണ്ട്. അപ്പം ആഭരണത്തിൻ്റെ ഡിമാൻഡ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇനി അതുപോലെ തന്നെ 5G ടെക്നോളജി, ഇത് 5G ആകും, പിന്നെ 6G ആകും. ഇങ്ങനത്തെ ടെക്നോളജികൾക്ക് സിൽവർ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ 5G ഇപ്പം എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടല്ലേ. ഇനി 6G വരും, പിന്നെ 7G അങ്ങനെ പോകും. എനിക്ക് തോന്നുന്നു ചൈനയിൽ 10G വരെ ഉണ്ടെന്നാണ് ഞാൻ ഈയിടെ വായിച്ചത്. ഓക്കെ, നമ്മളും അങ്ങോട്ട് വരും. അപ്പോൾ അതിന് സിൽവറിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. പിന്നെ ഇപ്പോൾ മൈനിങ് എല്ലാം കുറഞ്ഞു വരികയാണ് അല്ലേ? ഇപ്പോൾ സ്വർണം ഒരു നിശ്ചിത എമൗണ്ട് മാത്രമാണ് ലോകത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്വർണം കിട്ടില്ല. അതുകൊണ്ടാണ് സ്വർണത്തിന് ഇങ്ങനെ ഡിമാൻഡ് വരുന്നത്. എന്നാൽ സിൽവർ പല മൈനിങ് ആക്ടിവിറ്റികളുടെ ഒരു ബൈ പ്രോഡക്റ്റായിട്ട് സിൽവറും കൂടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് സിൽവറിന് വില കുറവ്. പിന്നെ സിൽവറിൻ്റെയും സ്വർണത്തിൻ്റെയും പ്രൈസിൻ്റെ ഒരു മൂവ്മെൻറ്റ് വെച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ സിൽവർ ഹൈ വോളട്ടൈലാണ്. അതുകൊണ്ട് തന്നെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് സിൽവർ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. അതായത് വില കുറഞ്ഞു വരുമ്പോൾ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ നാൾ കഴിഞ്ഞായിരിക്കും ഉപകാരപ്പെടുന്നത്. ഇപ്പോൾ ഫാസ്റ്റായിട്ട് സിൽവർ കയറുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത്. ഞാൻ ഹിസ്റ്റോറിക്കൽ ചാർട്ട് നോക്കിയപ്പോൾ അതിൻ്റെ ഹൈയിലേക്ക് എത്തിയിട്ടില്ല. അത് ബ്രേക്ക് ഔട്ട് നടത്താൻ സാധ്യതയുണ്ട്. എന്തായാലും നടത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് നടത്തുകയും പിന്നീട് ചിലപ്പോൾ നല്ല രീതിയിൽ മൂവ് ചെയ്യാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്തായാലും ഒരു ലോങ് റണ്ണിൽ ഞാൻ 30 വർഷത്തെ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും CAGR കുഴപ്പമില്ല. സ്വർണ്ണത്തിനും കുഴപ്പമില്ല, സിൽവറിനും കുഴപ്പമില്ല. അപ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിലേക്ക് ഈ പറയുന്ന ലോഹങ്ങൾ ഭയങ്കരമായിട്ട് അത് കിട്ടാനുള്ള ഒരു സാധ്യത കുറവുണ്ടാവും. ഇപ്പോൾ പല മൈനിങ് ഇതിലും ഒരു ബൈ പ്രോഡക്റ്റ് സിൽവറാണ്. ഗോൾഡിന് അതുപോലും ഇല്ല. ഗോൾഡിന് അങ്ങനെ ഒരു ഇതുമില്ല. അപ്പോൾ ഗോൾഡിലെ നിക്ഷേപം എന്തായാലും വേണം, പ്ലസ് സിൽവറിലെ നിക്ഷേപം കൂടി വേണം. അപ്പോൾ എങ്ങനെയാണ് ഇത് നിക്ഷേപിക്കുക, അല്ലെങ്കിൽ ഏത് മ്യൂച്വൽ ഫണ്ടിലാണ് നിക്ഷേപിക്കുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് മ്യൂച്വൽ ഫണ്ടിൻ്റെ പേര് പറയാം, അതിന് കുഴപ്പമില്ല. പണ്ട് എത്രയാണോ സിൽവറിനുണ്ടായിരുന്ന ഡിമാൻഡ്, അപ്പോൾ അതിനെ കഴിഞ്ഞും ഡിമാൻഡാണ് ഇപ്പോൾ സിൽവറിനുള്ളത്. ഇനി ഭാവിയിലേക്കും അത് ഡിമാൻഡ് കൂടാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇപ്പോൾ അസറ്റ് പ്ലസിൽ നമ്മൾ ഓൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഭാഗത്ത് ഗോൾഡ് എന്നടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡിൽ DSP വേൾഡ് ഗോൾഡ് ഫണ്ട് ഓഫ് ഫണ്ട് ഗ്രോത്ത്, അതായത് വേൾഡ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഡോളർ ടൈംസിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റിട്ടേൺ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്താണ് അങ്ങനെ കൂടുതൽ കിട്ടുക? നമുക്കറിയാം ഡോളറും രൂപയും അറിയാം അല്ലേ. രൂപ ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ രൂപയിൽ ഡിപ്രിസിയേഷനുണ്ട്, ഡോളർ ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോളറും രൂപയും വെച്ച് നോക്കുമ്പോൾ സ്ട്രോങ് ഡോളറാണ്. അതുകൊണ്ട് തന്നെ ഡോളറിൻ്റെ മൂല്യം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കമ്പയർ ടു രൂപ. അതുകൊണ്ട് തന്നെ നമുക്ക് റിട്ടേൺ അവിടെ കൂടുതൽ കിട്ടും. അപ്പോൾ DSPയുടെ വേൾഡ് ഗോൾഡ് ഫണ്ട് ഓഫ് ഫണ്ട് ഗ്രോത്ത്, അതായത് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളിൽ ETF അല്ലെങ്കിൽ മറ്റ് മ്യൂച്വൽ ഫണ്ടുകളോ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടാണ് ഈ DSPയുടെ വേൾഡ് ഗോൾഡ് ഫണ്ട്. അതൊരു നല്ല ഫണ്ടാണ്. നമുക്ക് 3 വർഷത്തെ CAGR ഒരു 32% മുകളിൽ അത് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ആക്സിസിൻ്റെ ഗോൾഡ് ഫണ്ടുണ്ട്, നല്ല ഫണ്ടാണ് ആക്സിസിൻ്റെ ഗോൾഡ് ഫണ്ട്. ഒട്ടുമിക്ക AMC കമ്പനികൾക്കും ഗോൾഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഗോൾഡ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ എനിക്കിപ്പോൾ ഒരുപാട് ഗോൾഡ്, ICICI പ്രുഡൻഷ്യലിനുണ്ട് ഗോൾഡ് ഫണ്ട്, നിപ്പോൺ ഇന്ത്യക്കുണ്ട് ഗോൾഡ് സേവിങ് ഫണ്ട്. ഒക്കെ ഒരു CAGR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 23% മുകളിൽ 3 വർഷത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. HDFCക്കുണ്ട് ഗോൾഡ് ഫണ്ട്, HDFC ഗോൾഡ് ETF ഫണ്ട് ഓഫ് ഫണ്ട്, അതിനും 23% മുകളിൽ CAGR കാണാൻ സാധിക്കുന്നുണ്ട്. SBIക്കുണ്ട് ഗോൾഡ്. അപ്പം ഇന്നതെന്നില്ല, ഒട്ടുമിക്ക AMC കമ്പനികൾക്കും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സിൽവർ നോക്കാം. ഗോൾഡിലും സിൽവറിലും കൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു മോട്ടിലാൽ ഓസ്വാളിനുണ്ട്, അത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. മോട്ടിലാൽ ഓസ്വാൾ ഗോൾഡ് ആൻഡ് സിൽവർ ഫണ്ട്, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പം ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എഡൽവൈസിനുമുണ്ട്, അത് ഞാനിപ്പോൾ കാണുന്നതാണ്. എഡൽവൈസ് ഗോൾഡ് ആൻഡ് സിൽവർ ETF ഫണ്ട് ഓഫ് ഫണ്ട്. ഗോൾഡിലും ചെയ്യാൻ പറ്റും, സിൽവറിലും ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ സിൽവറിൽ മാത്രം ചെയ്യുന്നത് DSPക്കുണ്ട്. DSPയുടെ സിൽവർ ഫണ്ട് ഓഫ് ഫണ്ടുണ്ട്. അപ്പോൾ അത് സിൽവർ മാത്രമായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ICICI പ്രുഡൻഷ്യലിനുണ്ട് സിൽവർ ETF ഫണ്ട്, നിപ്പോൺ ഇന്ത്യക്കുണ്ട് സിൽവർ ETF ഫണ്ട് ഓഫ് ഫണ്ട്, SBIക്കുണ്ട് സിൽവർ ETF ഫണ്ട് ഓഫ് ഫണ്ട്, ആക്സിസിനുണ്ട്, ആക്സിസിന് സിൽവറുണ്ട്. ഇപ്പോൾ ഇതിൽ പല ഫണ്ടുകളും പുതിയ ഫണ്ടുകളാണ്. കാരണം സിൽവറിൻ്റെ ഒരു പൊട്ടൻഷ്യലൊക്കെ കഴിഞ്ഞ വർഷം തൊട്ടാണ് ഏകദേശം അതിൻ്റെ പൊട്ടൻഷ്യലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയതും ആർട്ടിക്കിളും കാര്യങ്ങളൊക്കെ വന്നതുമൊക്കെ. അതുകൊണ്ട് തന്നെ പലതിനും 3 വർഷത്തെ ചാർട്ട് അല്ലെങ്കിൽ ഇത് അവൈലബിൾ അല്ല. എന്നാൽ ആദിത്യ ബിർളയുടെ സൺലൈവ് സിൽവർ ETF ഫണ്ട് ഓഫ് ഫണ്ടുണ്ട്. അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് 24.6%. അപ്പോൾ ഗോൾഡിനെ കഴിഞ്ഞ് റിട്ടേൺ കൂടുതൽ അല്ലേ. 3 വർഷത്തെ CAGR നോക്കുമ്പോൾ ഗോൾഡിനെ കഴിഞ്ഞ് റിട്ടേൺ കൂടുതൽ. അതേപോലെ ICICI പ്രുഡൻഷ്യലിന് ഉണ്ട്, അതും 3 വർഷം കഴിഞ്ഞിട്ടുള്ള ഫണ്ടാണ്. അതും 24.5% മുകളിൽ റിട്ടേൺ നമുക്ക് കാണാൻ പറ്റും. ബാക്കി ഫണ്ടുകൾക്കൊന്നും കണ്ടില്ല. അപ്പോൾ അത് പുതിയ ഫണ്ടുകളാണ്, 3 വർഷമായിട്ടില്ല വന്നിട്ട്. അപ്പോൾ ഇനി വരുന്ന ഫ്യൂച്ചറിൽ ഈ പറയുന്ന ഗോൾഡിനും സിൽവറിനും നല്ല പൊട്ടൻഷ്യൽ സാധ്യത ഉണ്ടെങ്കിലും ഇപ്പോൾ കൂടുതൽ റിട്ടേൺ പൊട്ടൻഷ്യൽ കാണിക്കുന്നത് സിൽവറാണ്. പക്ഷേ ഗോൾഡും വേണം കേട്ടോ. അപ്പോൾ ഗോൾഡിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നോ അതിൻ്റെ പകുതിയെങ്കിലും സിൽവറിൽ ചെയ്താൽ മതിയാകും. ഒരുപാടൊന്നും എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ സിൽവറിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിൽവർ കുറയുമ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ SIP ഒക്കെ ചെയ്യുന്നവർക്ക് ഇപ്പോൾ 100 രൂപയ്ക്ക് വരെ SIP അവൈലബിൾ ആണ് സിൽവറിൻ്റെ. ഇപ്പോൾ DSPയുടെ ഒക്കെ ഫണ്ടിൽ മന്ത്ലി ഉള്ളൂ. ആക്സിസിൻ്റെ ഗോൾഡ് ആൻഡ് സിൽവർ ഫണ്ടിൽ ഡെയിലി 100 രൂപ വരെ നമുക്ക് SIP അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഫണ്ടുകളിൽ ഡെയിലി SIPയും നല്ല ഒരു ഇതാണ്. ലോങ് റണ്ണിലേക്ക് ഇതിലേക്ക് നോക്കുക. പിന്നെ കുറച്ച് ഫണ്ടൊക്കെ നമ്മൾ കുറച്ച് റിസർവ് ആയിട്ട് വെക്കുക.
അപ്പോൾ എവിടെയാണ് റിസർവായിട്ട് വെക്കുക? മണി മാർക്കറ്റ് പോലെയുള്ള ഫണ്ടുകളിൽ, ലിക്വിഡ് ഫണ്ടുകളിൽ, അതുപോലെ തന്നെ ബോണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളുണ്ട്, കോർപ്പറേറ്റ് ബോണ്ടിലൊക്കെ ചെയ്യുന്ന ഫണ്ടുകൾ, അങ്ങനെയുള്ള ഫണ്ടുകളിൽ, ഈവൻ ഹൈബ്രിഡ് ഫണ്ടുകളിലുമൊക്കെ കുറച്ച് ക്യാഷ് നമ്മൾ സേവ് ചെയ്ത് വെക്കുക. ആവശ്യമുള്ള സമയത്ത് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതുപോലുള്ള ഇപ്പോൾ സിൽവറിൻ്റെ കാര്യം പറഞ്ഞു, ചില സമയത്ത് ഭയങ്കരമായിട്ട് ഡൗൺ ആകും. അങ്ങനെ ഡൗൺ ആകുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ റിട്ടേൺ നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഏഞ്ചൽ വണ്ണിലും അതുപോലെ തന്നെ ഏഞ്ചൽ വണ്ണിൽ ETF കേട്ടോ, ETF ഞാൻ ഏഞ്ചൽ വണ്ണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തെ. ഇപ്പോൾ സിൽവർ ബീസ് എന്ന് പറയുന്ന നിപ്പോൺ ഇന്ത്യയുടെ ETF അവൈലബിൾ ആണ്. ട്രേഡ് ചെയ്യുക നല്ല ഒരിതാണ്. ലോങ് ടൈമിലേക്ക് കുറച്ച് എന്തായാലും മാറ്റി വെക്കുക, അതുപോലെ മ്യൂച്വൽ ഫണ്ടിലും മാറ്റി വെക്കുക. പിന്നെ ETF ചെയ്യുന്നവർ ഈ സിൽവർ ബീസ് ഒരെണ്ണമാണ്, ഇതേപോലെ ഒരുപാട് ETF അപ്പം പെട്ടെന്ന് ഓർമ്മയെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നിങ്ങളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ETF നമുക്ക് കിട്ടും. അപ്പോൾ ഈ ETF നമുക്കൊരു സ്റ്റോക്കിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും, റീപ്ലേസ് ചെയ്യാൻ പറ്റും. പലരും ETF ആണോ അതോ മ്യൂച്വൽ ഫണ്ടാണോ നല്ലതെന്ന് ചോദിക്കുന്നുണ്ട്. ETF ഓർക്കുക, ETF ഒരു 250 താഴെ ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ. അത് പലതും പിയേഴ്സാണ്. അതായത് ഇപ്പോൾ സിൽവറിൻ്റെ ETF നോക്കിക്കഴിഞ്ഞാൽ സിൽവറിൻ്റെ ഒരുപാട് ETFകളുണ്ട്. ഗോൾഡിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ ഒരുപാട് ETFകളുണ്ട്. അപ്പോൾ പലതും പിയേഴ്സാണ്. എന്നാൽ മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 5200 മുകളിൽ മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അപ്പോൾ പല അസറ്റ് ക്ലാസ്സുകൾക്കും അല്ലെങ്കിൽ പല സെക്യൂരിറ്റീസിനും അത് റീപ്ലേസ് ചെയ്യും. മ്യൂച്വൽ ഫണ്ടിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ETF ആയിട്ടില്ല. രണ്ടും മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. എന്നാൽ ETF അറിയാലോ, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ്. ഞാൻ പറഞ്ഞു വന്നപ്പോൾ അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ പല മ്യൂച്വൽ ഫണ്ടുകളും, ഫോർ എക്സാമ്പിൾ മോട്ടിലാൽ ഓസ്വാൾ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ട്, അതിന് പകരമായിട്ടൊരു ETF ഇല്ല. പരാഗ് പരേഗിൻ്റെ ഫ്ലെക്സി ക്യാപ്പ്, അതിന് പകരമായിട്ടൊരു ETF ഇല്ല. ഇൻഡെക്സ് ഫണ്ടുകൾ, പിന്നെ നമ്മുടെ ഈ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ അവർക്കൊരു ഇൻഡെക്സ് ഉണ്ടെങ്കിൽ പോലും സ്വതന്ത്രമായിട്ടായിരിക്കും ഒരു സ്റ്റോക്കിൽ എത്ര % ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുക. മിഡ് ക്യാപ്പ് ഫണ്ടാണെങ്കിൽ മിഡ് ക്യാപ്പിലെ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതിലെ ഏത് സ്റ്റോക്കുകളിൽ എത്ര % ചെയ്യണമെന്ന് ഫണ്ട് മാനേജർക്ക് തീരുമാനിക്കാം. അപ്പോൾ ഒരിക്കലും ഒരു ഇൻഡെക്സ് ഫണ്ട് മറ്റ് മ്യൂച്വൽ ഫണ്ടുമായിട്ട് അത് കമ്പയർ ചെയ്യാം. പക്ഷേ നോർമലി ഇൻഡെക്സ് ഫണ്ടിന് റിട്ടേൺ കുറവായിരിക്കും കിട്ടുക കേട്ടോ. നല്ല റിട്ടേൺ കിട്ടുന്ന മ്യൂച്വൽ ഫണ്ടുകൾ മറ്റ് ഉണ്ട്. അപ്പോൾ ഈ സിൽവർ, ഗോൾഡ് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ETFിൽ ചെയ്യാം, അതിന് കുഴപ്പമില്ല. പക്ഷേ പല മ്യൂച്വൽ ഫണ്ടുകൾക്കും പകരമായിട്ട് ETFകൾ ഇല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ബെറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ രണ്ടും നല്ലതാണ്, രണ്ടിനും അതിൻ്റേതായ ഫംഗ്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഏഞ്ചൽ വണ്ണ്, അതുപോലെ തന്നെ നമ്മുടെ അപ്സ്റ്റോക്സ്, ഏഞ്ചൽ വണ്ണ്, അപ്സ്റ്റോക്സ്, പിന്നെ അസറ്റ് പ്ലസ്. മ്യൂച്വൽ ഫണ്ടിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അപ്സ്റ്റോക്സ് എടുക്കാം. അപ്പോൾ അപ്സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് എടുത്തതിന് ശേഷം നിങ്ങൾ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പ് നമ്പർ കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ട്രാഫിക് ഒഴിവാക്കാൻ വേണ്ടിയാണ് സ്ക്രീനിൽ കാണിക്കാത്തത്. അപ്പോൾ അക്കൗണ്ട് എടുത്തവരും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരും മാത്രം കോൺടാക്റ്റ് ചെയ്താൽ മതിയാകും. ഒരുപാട് ട്രാഫിക് വന്നിട്ടുണ്ട്, ഇത് ഹാൻഡിൽ ചെയ്യണ്ടേ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ലിമിറ്റേഷൻ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ സ്റ്റോക്കിൻ്റെ വീഡിയോ ആണ്. അതായത് ഭാവിയിൽ മൾട്ടി ബാഗറാകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഞാനൊരു ഗവേഷണം നടന്നതാണ്, പണ്ട് തൊട്ടേ നടത്തുന്നതാണ്, ഇപ്പോഴും നടത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻ്റ് ഉള്ള ഒരു മെത്തേഡ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നോക്കാം, ഞാൻ ആ സ്റ്റോക്കൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇനി വരുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. Mutual fund investments are subject to market risks. Read all scheme-related documents carefully before investing. Past performance is not indicative of future performance.